നെക്സ്റ്റ് പോയിൻറ്റ്, പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം പിന്നീട് ലേറ്റർ, അവർ ഡേ, അടുക്കള കിച്ചൺ, പോയി. അപ്പോൾ പോകാമെന്ന് വെച്ചാൽ എന്താ ഗോ. അപ്പം ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. ഭക്ഷണം, ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ ഫുഡ്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പറയുക, കുക്ക്. കഴിക്കുക, കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്. അപ്പോൾ ഇവിടെ കഴിച്ചു എന്നാണ്. അപ്പം നമ്മൾ ഈറ്റിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതാം, പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലേറ്റർ, ലേറ്റർ പിന്നീട്, ലേറ്റർ ഡേ അവർ. അപ്പം പോയി എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയാം, പോകുക എന്ന് വെച്ചാൽ ഗോ. ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. അപ്പം ഗോയ്ക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്, ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിവിടെ ഗോയുടെ സെക്കൻഡ് ഫോമാണ് എഴുതുന്നത്.